കേരള പോലീസിന്റെയും RPFിന്റെയും സമയോചിതമായ ഇടപെടലിൽ ആന്ധ്ര സ്വദേശിയായ അയ്യപ്പ ഭക്തന് ജീവൻ തിരികെ ലഭിച്ചു. കുമാരനെല്ലൂരിന് സമീപം ട്രെയിനിൽ നിന്നും താഴെ വീണ ആന്ധ്ര സ്വദേശി ലക്ഷ്മണനെയാണ് പോലീസും RPFും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു. ആന്ധ്ര സ്വദേശിയായ ലക്ഷ്മണൻ ശബരിമല തീർത്ഥാടനത്തിന് ശേഷം നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് വിവേക് എക്സ്പ്രസിൽ നിന്നും താഴെ വീണത്. കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിലായിരുന്നു സംഭവം. ലക്ഷ്മണനൊപ്പം ഉണ്ടായിരുന്നവർ വിവരം കോട്ടയം RPFിനെ അറിയിക്കുകയും കോട്ടയം RPFിലെ ഉദ്യോഗസ്ഥർ റെയിൽവേ പോലീസിന്റെ സഹായം തേടുകയും അവർ ഗാന്ധിനഗർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. ലക്ഷ്മണന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് സ്ഥലം ലൊക്കേറ്റ് ചെയ്തു. 4-അംഗ പോലീസ് സംഘം റെയിൽവേ ട്രാക്കിലൂടെ 300 മീറ്ററോളം തെരച്ചിൽ നടത്തിയാണ് ലക്ഷ്മണനെ കണ്ടെത്തിയത്. അപ്പോൾ താഴെ വീണ ആളിനെ ഈ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ കോട്ടയത്ത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ആളിനോട് വിളിച്ച് പറഞ്ഞ് ഉടനെ തന്നെ RPFിനെ അറിയിച്ചു. ഈ വീണുപോയ ആ പാസഞ്ചറിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഉടനെ RPSI രജി സാറിനെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ടവർ ലൊക്കേഷൻ എടുത്തു കൊടുത്തു. അതുപ്രകാരം ഇവർക്ക് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റി. റെയിൽവേ ട്രാക്കിന് സമീപം കുഴിയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് ലക്ഷ്മണനെ കണ്ടെത്തിയത്. അപ്പം വീണയാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഓണായിരുന്നു. മൊബൈൽ ഫോണിലുള്ള വിവരം കിട്ടി. അപ്പം തന്നെ RPFുകാർ എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ RPF റെയിൽവേ പോലീസിൻ്റെ സൈബർ വിങ്ങിൽ നമ്പർ കൊടുത്തു. അങ്ങനെ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുത്തു തന്നു. ലൊക്കേഷൻ ഇവിടെ RPFുകാർക്ക് കൊടുത്തു. അന്നേരം തന്നെ RPFിൽ തന്നെ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ASI പത്മകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് വർമ്മ, സിവിൽ പോലീസ് ഓഫീസർമാരായ മനീഷ്, ശ്രീനിഷ് എന്നിവർ ചേർന്നാണ് ലക്ഷ്മണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 300 മീറ്ററോളം ദൂരം റെയിൽവേ ട്രാക്കിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ കറക്റ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അന്നേരത്തേക്കും ആൾ പരിക്ക് പറ്റി റെയിൽവേ ട്രാക്കിൻ്റെ നടുക്ക് കിടക്കുകയായിരുന്നു, 2 ട്രാക്കിൻ്റെ നടുക്കായിട്ട്. അപ്പോൾ ഞരക്കമുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ വിളിച്ചു. ആംബുലൻസിനെ ഞാൻ പൈലറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്ട്രെച്ചറിൽ ഈ 4 പോലീസുകാരും ചേർന്ന് എടുത്തു. റെയിൽവേ പോലീസുകാർ അന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിയെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഞാൻ ശ്രീനിഷ്, മനീഷ്, ദിലീപ് വർമ്മ, ഞങ്ങൾ 4 പേരാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ പുള്ളിയെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ റെയിൽവേ ഗേറ്റ് ചെല്ലുമ്പോഴേ റെയിൽവേ ഗേറ്റ് കീപ്പർ പോലും സംഭവം അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇച്ചിരി അങ്ങോട്ട് മാറി, കുറച്ചുകൂടെ അങ്ങോട്ട് ഒരു 100 മീറ്ററോടെ മാറിയാണ് ഈ 2 റെയിലിൻ്റെ ഇടയ്ക്കായിട്ട് കിടക്കുമായിരുന്നു. ഒരു ചെറിയ ചപ്പുമുണ്ട്, ആ ചപ്പിനകത്ത് കിടക്കുമായിരുന്നു. അപ്പം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് പുള്ളി അറിയാതെ കൈ പൊക്കിയായിരുന്നു. അപ്പോഴാണ് ജീവനുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പം തന്നെ ആംബുലൻസ് വിളിച്ചു. പിന്നെ ആംബുലൻസ് വന്നു, വേറൊരു ആംബുലൻസ് ആദ്യമേ വന്നു. ആംബുലൻസ് കയറ്റാൻ പറ്റില്ല, അവർക്ക് സ്ട്രെച്ചർ ഇല്ലായിരുന്നു, വേറെ ടൈപ്പായിരുന്നു. അന്നേരം പിന്നെ 108 ആംബുലൻസ് വന്നു, സ്ട്രെച്ചർ ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് സ്റ്റേഷൻ മൊബൈലും സാറും ഷമീം സാറെ പിന്നെ അഭിലാഷ് സാറെ അവരെല്ലാം വന്നു. സിയദേവ് വന്നു. സിയദേവ് അതിന് മുമ്പേ വന്നായിരുന്നു. പിന്നെ നമ്മൾ ആംബുലൻസ് കയറ്റി വിടുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ലക്ഷ്മണൻ. RPF പോസ്റ്റ് കമാൻഡ് ഇൻചാർജ് NS സന്തോഷ്, റെയിൽവേ പോലീസ് SI റജി P ജോസഫ്, ഗാന്ധിനഗർ SHO T ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി.